ഇന്ന് 2025 മെയ് 13 ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ പ്രധാന സൂചികകൾ കുറവിൽ തുടരുന്നു. BSE സെൻസെക്സ് 620 പോയിന്റ് ഇടിഞ്ഞ് 81,809.77 എന്ന നിലയിൽ വ്യാപാരം. NSE നിഫ്റ്റി അനുപാതം 50:165 പോയിന്റ് കുറവിൽ 24,759.25 എന്ന നിലയിൽ. ഇതിനു മുൻപുള്ള ദിവസങ്ങളിലുണ്ടായ ശക്തമായ വർധനവിന് ശേഷം ഇന്ന് വിപണിയിൽ ലാഭമെടുക്കൽ പ്രവണതയാണുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ, സൺ ഫാർമ, ഡോക്ടർ റെഡി എസ് ലാബ്സ്, സിപ്ല തുടങ്ങിയ ഓഹരികൾ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. IT, ഫിനാൻഷ്യൽ, FMCG ഈ മേഖലകളിൽ കുറവാണ് രേഖപ്പെടുത്തുന്നത്. സൺ ഫാർമ 2.36% വർധനവോടെ 1,726 രൂപ എന്ന നിലയിൽ. അർബിന്ദോ ഫാർമ 2.21% വർദ്ധിച്ച് 1,232 രൂപ 60 പൈസ. ലൂപ്പൻ 2.04% വർദ്ധിച്ച് 2,081 രൂപ 50 പൈസ. ടാറ്റ സ്റ്റീൽ Q4 ലാഭം 116% വർദ്ധിച്ച് 1,200.9 കോടി രൂപ. കെയർ റേറ്റിംഗ്സ് ലാഭം 77% വർദ്ധിച്ച് 43.4 കോടി രൂപ. റേമൻ ലാഭം 101% വർദ്ധിച്ച് 25.4 കോടി രൂപ. US ചൈന ടാരിഫ് ഇടപാടുകൾക്ക് ശേഷം ആഗോള വിപണിയിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. എങ്കിലും ഇന്ത്യ-പാകിസ്ഥാൻ സീസ്ഫയർ ഉടമ്പടിയുടെ ദൗർബല്യവും വരാനിരിക്കുന്ന CPI ഡാറ്റയും വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. വിപണിയിലെ തത്സമയ അപ്ഡേറ്റുകൾക്കായി CNBC TV 18 യൂട്യൂബ് ലൈവ് കാണുക. നിങ്ങൾക്ക് പ്രത്യേക ഓഹരികളോ മേഖലകളോ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക.